വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് മാത്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? ആക്ച്വലി മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണല്ലേ, നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് അല്ലടാ. അപ്പൊ മിസ് ആലോചിച്ചപ്പോ മാത്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ക്ലാസ്സിന്റെ സമയത്ത് മാത്സിലെ കുറെ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് പോലെയാണ് നമുക്ക് തോന്നുക അല്ലെ? വേണ്ട, കുറച്ച് കളികളിലൂടെ മാത്സ് പഠിച്ചാലോ, കുറച്ച് ആക്ടിവിറ്റികളിലൂടെ. ഇതാണ് മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളുടെ 2 മാസത്തെ വെക്കേഷന്റെ സമയത്ത് അടുത്ത വർഷത്തേക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള് കുറച്ച് കളികളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുള്ള ആൾക്കാരുടെ കൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കളികളൊക്കെ ഒന്ന് കളിക്കുക. കളി എന്ന് പറയുന്നത് വലിയ ഗെയിമായിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കളിച്ച് നോക്കുക. അത് ഡെയിലി കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പഠിത്തവും ആവും, അതേപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റും ആവും. നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് മാത്സ് കുറച്ചുകൂടെ സിമ്പിളും ആവും. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് കാർഡ്ബോർഡ്സ് എടുത്തിട്ട് ഇതേപോലെ നമ്പറുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നമ്പേഴ്സും എടുക്കാം, കാർഡ്സും എടുക്കാം. ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ എടുത്തിരിക്കുന്നത് 5 കാർഡുകളാണെന്ന് വിചാരിക്കാം. ഓക്കെ, 5 കാർഡുകളാണ് എടുത്തിരിക്കുന്നത്. കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡ് ബോർഡിൽ നമ്പർ എഴുതി എടുക്കുക. ഇതിൽ ഞാൻ ഒരു നമ്പർ മാത്രം എഴുതി എന്ന് വിചാരിക്കുക. ഇവിടെ മിസ് 7 എടുത്തു. ഇതാ 7 എടുത്ത് മിസ് ഇവിടെ എഴുതി 7. ഇത് എത്ര ഡിജിറ്റ് നമ്പർ ആണ്? ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? ഇതെങ്ങനെയാ റീഡ് ചെയ്യുക? 7 എന്ന് മാത്രം. ഇനി നിങ്ങൾ 2 ഡിജിറ്റ്സ് എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഡിജിറ്റ്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ 27 എന്ന് എഴുതാം, അല്ലെങ്കിൽ 72 എന്ന് എഴുതാം. ഇതെന്താണ്? ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്, 2 അക്ക സംഖ്യയാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 2 എന്ന് പറയുന്നത് വൺസിന്റെ പ്ലേസിലാണ്, ഒറ്റ. 7 എന്ന് പറയുന്നത് ടെൻസിന്റെ പ്ലേസ് ആണ്, 10 അല്ലേ? ഇത് ഒറ്റ, ഇത് 10. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഇതിന്റെ കൂടെ പ്ലേസ് വാല്യൂ കൂടി പഠിച്ചു, വൺസ്, ടെൻസ്. ഇനി നമ്മൾ 3 നമ്പർ എടുത്തു, 3 അക്ക സംഖ്യ എടുത്തു, ഒരു 5 കൂടി എടുത്തു എന്ന് വിചാരിക്കുക, 5. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക. അപ്പൊ 5 എടുത്തു എന്ന് വിചാരിക്കുക, 5 എടുത്തു. ഇപ്പൊ നോക്കിയേ, ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 അക്ക സംഖ്യയാണ് അല്ലേ? അപ്പൊ ഇതൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കിയാലോ. അതിനു മുന്നേ ഇത് വൺസ് ആണ് അല്ലെ, ഒറ്റയാണ്. ഇത് 10 ആണ്, ഇത് 100 ആണ് അല്ലെ? ഒറ്റ, 10, 100. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. അപ്പൊ 5 ഹൺഡ്രഡുകൾ അല്ലെ? അപ്പൊ 527 എന്ന് നമ്മൾ ഇത് വായിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 നമ്പറോ 5 നമ്പറോ ഒക്കെ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിലോ ഫാമിലിയുടെ കയ്യിലോ കൊടുത്തിട്ട് അത് എത്ര അക്ക നമ്പർ ആണെന്നും അതെങ്ങനെയാ റീഡ് ചെയ്യാമെന്നും അതിൽ ഓരോ നമ്പർ എടുത്ത് ഇതിന്റെ പ്ലേസ് വാല്യൂ, സ്ഥാനവില എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. വെറുതെ ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ തന്നെ നിങ്ങളും അത് പഠിച്ചു പോകും. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു കളിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യം ഇവിടെ പഠിക്കാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കാർഡ്സ് എടുക്കുക, കാർഡ്സിൽ നമ്പേഴ്സ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നമ്പേഴ്സ് കാർഡ്സ് എടുക്കാം. ഇതിൽ 4 നമ്പേഴ്സ് ഒരുമിച്ച് എടുക്കുക എന്ന് വിചാരിക്കുക. 4 നമ്പർ മിസ് ഒരുമിച്ച് എടുത്തു. ഇതാ 3, 5, 2, 7. ഇപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? വായിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലേസ് വാല്യൂ നോക്കണം. വൺസ്, ടെൻസ്, 100, 1000 അല്ലേ? അപ്പൊ ഇത് 1000 ആണ്. അപ്പൊ നമുക്ക് എന്ത് വായിക്കാം? 3527 വായിച്ചു. നമ്പർ നമ്മൾ റീഡ് ചെയ്തു അല്ലേ? 3527. അപ്പൊ ഒരു നമ്പർ കൂടെ വന്നിട്ടുണ്ടെങ്കിലോ, ഇത് 10,000 ആണ് അല്ലെ? വൺസ്, ടെൻസ്, 100, 1000, 10,000. പിന്നെ ലാക്ക്, 10 ലാക്ക്. അതൊക്കെ നിങ്ങൾ വഴിയെ പഠിക്കും. ഇപ്പൊ നിങ്ങൾ 4 അക്ക സംഖ്യകൾ വരെ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ 5 അക്ക സംഖ്യ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഈ 5 അക്കമുള്ള നമ്പേഴ്സ് ഉണ്ടാക്കുക, അത് പല രീതിയിൽ ഉണ്ടാക്കുക, പല രീതിയിൽ വായിക്കുക, അത് അങ്ങ് തറവാക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതേപോലെ കാർഡ്സ് ഒക്കെ എടുത്തിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും കൂടി ഈ കളിയൊക്കെ ഒന്ന് കളിച്ചു നോക്കുക. അടുത്തത് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഇത് അടിപൊളി ഗെയിം ആയിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ പലർക്കും 9ന്റെ ടേബിളും 8ന്റെ ടേബിളും നമ്മുടെ അത്ര പോലും ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അറിഞ്ഞിരുന്നാലും മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്.
ഓക്കെ, നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ടേബിൾസ് ഒക്കെ പഠിച്ചവരായിരിക്കും. പക്ഷേ 9ന്റെ ടേബിളും 8ന്റെ ടേബിളും 7ന്റെ ടേബിളും ഒക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടേബിൾ നല്ല കൃത്യമായിട്ട് പഠിച്ച് അവരോട് ഇടയ്ക്കും തലയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് പെട്ടെന്ന് പോയിട്ട് വാട്ട് ഈസ് 8 into 7 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് 9 into 8 എന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 മാസം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ടേബിള് പഠിച്ചിട്ട് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. 8 into 7 എത്രയാ, അല്ലെ 9 into 8 എത്രയാ, അവർ ബബ്ബ അടിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ടേബിള് കൃത്യമായിട്ട് ഈ വെക്കേഷനിൽ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പഠിക്കുക, എന്നിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഒക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിക്കുക. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ നമ്പേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു പോയിക്കോളും. അത് നിങ്ങൾ പേടിക്കണ്ട. ആദ്യം നിങ്ങൾ ഈ 2 മാസം നമ്പേഴ്സ്, വലിയ വലിയ നമ്പേഴ്സ് റീഡ് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനും ശ്രദ്ധിക്കാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷേപ്സ് ആണ്. സിമ്പിൾ അല്ലെ, നിങ്ങളുടെ വീട്ടില് ഒരു വട വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു വട അല്ലെ, നമ്മളെ വട തന്നെയല്ലേ പറയാ, ദോശയുടെ കൂടെ കിട്ടുന്നേ. ഓക്കെ അല്ലേ, വേണ്ട, ദോശ വാങ്ങാന്ന് വിചാരിക്കുക. ദോശയുടെ ഷേപ്പ് എന്താണ്, സർക്കിളാണ് അല്ലെ. നിങ്ങളുടെ വീട്ടില് ഈ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടോ നോക്കുക, പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടോ നോക്കുക, ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടോ നോക്കുക. ഇനി ഈ സ്ക്വയർ എന്തുകൊണ്ട് സ്ക്വയർ ആയി എന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരു ഷേപ്പ് കിട്ടിയാൽ അത് സ്ക്വയർ ആണ് എന്ന് നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക, എല്ലാ വശങ്ങളും തുല്യമാണോ എന്ന് നോക്കിയിട്ട് അല്ലേ. അതേപോലെ ഇത് റെക്ടാങ്കിൾ ആവുന്നത് എപ്പോഴാണ്, ദീർഘചതുരമാവുന്നത് എപ്പോഴാണ്, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആവുമ്പോഴാണ്. 3 സൈഡുള്ള ഒരു ഷേപ്പിനെയാണ് ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഷേപ്പുകളും അതേപോലെ 3D ഷേപ്പുകളൊക്കെ നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനത്തെ ഒബ്ജക്റ്റുകൾ എവിടെയെങ്കിലും കാണണോ, ഇത് സ്ക്വയർ ആണ്. നിങ്ങളെ വീട്ടിൽ സമൂസ വാങ്ങുമ്പോ ഇത് ട്രയാങ്കിൾ ആണ്. പ്രിങ്കിൾസ് അല്ലെ, ഒരു കുറ്റിയില്ലേ, അത് വാങ്ങുമ്പോ ഇതിന്റെ ഷേപ്പ് സിലിണ്ടർ ആണ്. അങ്ങനെ ഓരോ ഷേപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് തരം തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഒരു ബുക്ക്, ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ആക്കി എഴുതി വെക്കുക. അതായത് സിലിണ്ടർ ഷേപ്പിൽ നിങ്ങൾ കണ്ടത് എന്തൊക്കെ, സ്ക്വയർ അതായത് ക്യൂബിന്റെ ഷേപ്പിൽ കണ്ടത് എന്തൊക്കെ, ക്യൂബോർഡിന്റെ ഷേപ്പിൽ കണ്ടത് എന്തൊക്കെ, ഇതൊക്കെ ചുറ്റും നോക്കി നിങ്ങൾ എഴുതി വെക്കുക. അപ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുമായിരിക്കും അയ്യേ ഇതൊക്കെ എന്ത്. പക്ഷെ ഇതിന്റെ ഒക്കെ ഔട്ട് എന്തായിരിക്കും അറിയോ, സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് ഷേപ്പുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട്, ഒരാള് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് സിലിണ്ടർ ഓർമ്മ വരും, ക്യൂബ് എന്ന് പറയുമ്പോൾ ക്യൂബ് ഓർമ്മ വരും, ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ക്യൂബോയിഡ് ഓർമ്മ വരും, ട്രയാങ്കിൾ. ഈ ഷേപ്പുകളൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ഈ കുഞ്ഞു ചെറിയ ചെറിയ ആക്ടിവിറ്റികളാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ഇതിലും കൂടുതൽ ആക്ടിവിറ്റി ആയിട്ട് ഇനിയും വരുന്നതാണ് മിസ്. അപ്പൊ അടിപൊളിയായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം അടിപൊളിയായിട്ട് എന്ത് ചെയ്യാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. അപ്പൊ ആദ്യം മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങാനാണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ബേസിക് ക്ലാസ്സുകളൊക്കെ ഇപ്പൊ എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ആരും തന്നെ മിസ് ചെയ്യരുത്. നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Bye-bye.